ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഓസ്മോസിസ് എന്താണെന്ന് അറിയണം. ഓസ്മോസിസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബോട്ടണിയിൽ പഠിച്ചു. അതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വീടുകളിലൊക്കെ കാണുന്നതാണ് മാങ്ങ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചുളിഞ്ഞു പോകുന്നു. അതുപോലെ വാടാൻ തുടങ്ങുന്ന പൂക്കൾക്ക് മുകളിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈവ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ക്യാരറ്റ്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വാടിയ പോലെ ഇരിക്കുന്നുണ്ടാവും. അത് വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ഫേമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ടൊരു കാര്യം വരുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക തരം മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിനിൽ കൂടി വാട്ടർ ലോസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫിനോമിനൻസ് ഉണ്ടാവുന്നത്. അതായത് ഓസ്മോസിസ് എന്താണെങ്കിൽ നമുക്കൊരു എക്സാമ്പിളോട് കൂടി തന്നെ പഠിക്കാം വളരെ എളുപ്പത്തിൽ. ചില പ്രത്യേക മെംബ്രെയിൻ എടുത്ത് വാട്ടറിനെയും ഏതെങ്കിലും സൊല്യൂഷനെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആ മെംബ്രെയിനിൽ കൂടി സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്ത് അതിലേക്ക് നമ്മളൊരു തിസിൽ ഫണൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡ് മൗത്തുള്ളൊരു ഫണൽ അതിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നു. അതിൻ്റെ മൗത്ത് ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ മെംബ്രെയിനിൽ സബ് മൈക്രോസ്കോപ്പിക് പോഴ്സ് ഉണ്ട്, വളരെ ചെറിയ പോഴ്സ്, വിച്ച് അലൗസ് ദ പാസേജ് ഓഫ് ഓൺലി വെരി സ്മോൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് സോൾവെൻറ്റ് മോളിക്യൂൾസ്. സോൾവെൻറ്റിനെ മാത്രം, സൊല്യൂട്ട് മോളിക്യൂൾസിന് അത് കൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു തിസിൽ ഫണൽ. ഈ തിസിൽ ഫണലിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ബ്ലൂ കളറാണ്, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഈ തിസിൽ ഫണൽ ബീക്കറിലുള്ള പ്യുവർ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ തിസിൽ ഫണലിലുള്ള വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു വാട്ടർ തിസിൽ ഫണലിലേക്ക്, അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്നു സൊല്യൂഷൻ സൈഡിലേക്ക്. ഒരു സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്തപ്പോൾ വാട്ടർ എന്ത് ചെയ്യുന്നു? തിസിൽ ഫണലിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ ഫ്ലോന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? വെൻ എ സൊല്യൂഷൻ ആൻഡ് സോൾവെൻറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, then the solvent molecule passes through the semi-permeable membrane and enters in solution region. That phenomenon is called osmosis. That is the flow of solvent through semi-permeable membrane from solvent region to solution region, or from dilute solution to concentrated solution. That is, if we separate two solutions having different concentration with a semi-permeable membrane, then the solvent molecules pass from solution of low concentration to high concentration. That phenomenon is called osmosis. ഇനി ഈ ഓസ്മോസിസ് എത്ര നേരമാണ് ഓസ്മോസിസ് നടക്കുന്നത്? until an equilibrium is reached. ഇങ്ങനെ വാട്ടർ ഇതിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്രഷർ ഓൺ ദ സൊല്യൂഷൻ സൈഡ് ഇൻക്രീസസ്. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓസ്മോസിസ് എന്നുള്ള ഫിനോമിനൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ സമയത്ത് ഇവിടുത്തെ പ്രഷർ നോക്കുകയാണെങ്കിൽ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ദാറ്റ് ഈസ് ദ പ്രഷർ വിച്ച് ഈസ് ഏബിൾ ടു പ്രിവെൻറ്റ് ഫർദർ ഓസ്മോസിസ്. ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് വേണമെങ്കിൽ നോക്കാം. രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സോൾവെൻറ്റും സൊല്യൂഷനും എടുക്കുന്നു. രണ്ട് ബീക്കർ പോലെ. ദേ ആർ കണക്റ്റഡ് ബൈ എ പൈപ്പ് ആൻഡ് ഇൻ ദിസ് പൈപ്പ് ദർ ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദെൻ നാച്ചുറലി അവിടെ നടക്കുന്ന ഫിനോമിനനാണ് ഓസ്മോസിസ്. ദാറ്റ് ഈസ് ദ മോളിക്യൂൾസ് ഓഫ് സോൾവെൻറ്റ് passes through this semi-permeable membrane and reaches in solution. Then we can stop the flow
of solvent molecules to solution. എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഓസ്മോസിസ് എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുക? ഓസ്മോസിസ് സ്റ്റോപ്പ് ആവുന്നത് ഇവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ. ആ പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമുക്ക് ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? when a pressure equal to osmotic pressure is applied to solution side. സൊല്യൂഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. So what is osmotic pressure? The excess pressure that must be applied to solution side to prevent osmosis. That is to prevent the flow of solvent molecules from solvent region to solution region. That is called osmotic pressure. And the definition ഓർമ്മയുണ്ടാവണം. The excess pressure that must be applied to solution side to prevent further osmosis. And osmotic pressure is usually represented by the symbol pi. ഷുവറായിട്ടും ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. So osmotic pressure is proportional to concentration of solution and it depends on the temperature also. So the osmotic pressure is proportional to concentration of solution and temperature. Pi proportional to C into T, or pi is equal to C into T into proportionality constant R, where R is universal gas constant. Usually നമുക്കറിയാം ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ സൊല്യൂഷൻ, അതാണ് കോൺസെൻട്രേഷൻ. അത് യൂഷ്വലി നമുക്ക് മൊളാരിറ്റി ആയിട്ട് പറയാം. എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോള്യൂം. സോ കോൺസെൻട്രേഷൻ is expressed in molarity. So we can rewrite this equation as pi is equal to number of moles per unit volume, that is molarity or concentration, into RT. N2 by V into RT, where N2 is the number of moles of solute. Or pi V is equal to, you can write like this, pi V is equal to N2 into RT. It is similar to PV is equal to nRT. Then pi V is equal to number of moles of solute can be calculated by using this formula W2 by M2. Pi V is equal to mass of solute divided by molar mass of solute into RT. Then we can determine M2, that is the molar mass of solute, which is equal to pi V W2 into RT divided by pi V. Molar mass is equal to W2 into RT divided by pi V. This is the formula for finding molar mass of solute by using osmotic pressure. And the use of colligative property, any colligative property, is to find the molar mass of solute. Osmotic pressure measurement also can be used to determine the molar mass. Usually osmotic pressure method is used for determining the molar mass of macromolecules like proteins, polymers, etc. വലിയ മോളിക്യൂൾസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് സം അഡ്വാൻറ്റേജ് ഓവർ അതർ മെത്തേഡ്സ്. അതായത് ബാക്കി 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്നും മോളാർ മാസ് കണ്ടേക്കാട്ടിലും ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നു നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. കാരണം ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി മെഷേർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. First advantage, it can be measured at room temperature. Second one, the concentration term used here is molarity. Molarity can be used as the concentration term. That is the second advantage. Third one is that this osmotic pressure has comparatively high value. ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ വലുതാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എറർ കുറവായിരിക്കും, എറർ പെർസെൻറ്റേജ് കുറവായിരിക്കും. സോ ദീസ് ആർ ദ 3 അഡ്വാൻറ്റേജസ് ഓഫ് measuring the molar mass using osmotic pressure. First one, it can be measured at a room temperature. Second one,
molarity is used instead of molality. Third one, this osmotic pressure has comparatively high value. അതുകൊണ്ട് തന്നെ മാക്രോമോളിക്യൂൾസിൻ്റെ മോളാർ മാസ് കാണാനായിട്ട് ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇക്വേഷൻ വീണ്ടും നമുക്കൊന്ന് നോക്കാം. രണ്ട് സൊല്യൂഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദേ ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് ദേ ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിചാരിക്കും. ആ രണ്ട് സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ അപ്പോൾ സെയിം ആയിരിക്കും, ബിക്കോസ് ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ ആ സൊല്യൂഷന് കോൺസെൻട്രേഷൻസ് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഒരേ കോൺസെൻട്രേഷനിലുള്ള രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുക്കുന്നു, ദേ ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ദെൻ ദേ വിൽ ഹാവ് സെയിം osmotic pressure also. Such solutions are called isotonic solution. Isotonic solutions are solutions having same osmotic pressure. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലഡ് സെൽസിലുള്ള ഫ്ലൂയിഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ നോക്കുകയാണെങ്കിൽ അത് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ കോൾഡ് സലൈൻ സൊല്യൂഷൻ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറിനോട് ഈക്വാലൻ്റ് ആണെന്ന് കണ്ടു. ബ്ലഡ് സെൽസിലെ ഫ്ലൂയിഡിൻ്റെയും 0.9% സലൈൻ സൊല്യൂഷൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഐസോട്ടോണിക്. അതുകൊണ്ട് തന്നെ ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ് ആർ ഗിവൺ ഇൻ 0.9%, 0.9% സലൈൻ സൊല്യൂഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, 0.9%-നേക്കാട്ടിലും കോൺസെൻട്രേഷനാണ് ഇഞ്ചക്ഷനിലുള്ളത് എങ്കിൽ ബ്ലഡ് സെൽസിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തേക്ക് ഫ്ലോ ചെയ്യും, സെൽസ് ഷ്രിങ്ക് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ 0.9% സലൈൻ സൊല്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തുണ്ടാവും, അതിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് ഏതിലേക്ക് ഫ്ലോ ചെയ്യും, ബ്ലഡ് സെല്ലിലേക്ക് ഫ്ലോ ചെയ്യും, അത് സ്വെല്ല് ചെയ്യും, ഫൈനലി അത് കൊളാപ്സ് ചെയ്യും. രണ്ടായാലും ദാറ്റ് ഈസ് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സലൈൻ സൊല്യൂഷൻ യൂസ് ഫോർ ഗിവിങ് ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ ഈസ് greater than or less than 0.9%, then the cells collapse. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 0.9% സലൈൻ സൊല്യൂഷനിലാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് ബ്ലഡ് സെൽ ഫ്ലൂയിഡ്സ്. That is isotonic. Then if the out of the two solution, if one is having higher osmotic pressure, then it is called a hypertonic solution, and the solution having lower osmotic pressure is called a hypotonic solution. So മൂന്ന് terms ഓർത്തിരിക്കുക, isotonic, hypertonic and hypotonic. സൊല്യൂഷൻസ് ഉണ്ട്. സോ ഇപ്പം നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അതുപോലെ ഓസ്മോസിസിനൊക്കെ കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് സീ വാട്ടർ, ഈ സൊല്യൂഷന് പകരം ഇതിൽ സീ വാട്ടർ ആണെന്ന് വിചാരിക്കും. ഇവിടെ പ്യുവർ വാട്ടറും എടുത്തിരിക്കുന്നു. നമുക്കറിയാം സീ വാട്ടറിൽ കോൺസെൻട്രേഷൻ കുറേ സൊല്യൂട്ട്സ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ദ ടു ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. നൗ വി ആർ അപ്ലൈയിങ് എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. ഒരു ഹൈ പ്രഷർ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഈ രണ്ട് സൊല്യൂഷൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ നാച്ചുറലി ഓസ്മോസിസ് നടക്കും. ഇവിടെ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവിടേക്ക് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ, ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ ഇവിടെ കൊടുക്കാം. ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. ഇനി മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്. ഇവിടെ മെംബ്രെയിൻ സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പ്യുവർ വാട്ടറിലേക്ക് ഫ്ലോ ചെയ്യും. അതായത് ഓസ്മോസിസ് യൂഷ്വലി പ്യുവർ വാട്ടർ റീജിയനിൽ നിന്നും സൊല്യൂഷനിലേക്കാണ് ഉണ്ടാവുക. പക്ഷേ
When a pressure greater than osmotic pressure is applied, എന്തുണ്ടാവുന്നു? ഈ ഓസ്മോസിസ് റിവേഴ്സ് ചെയ്യുന്നു. അതായത് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെൻറ്റിൻ്റെ സൈഡിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. This process is called reverse osmosis. That is, when a solvent and solution are separated by a semi-permeable membrane and a pressure, if a pressure greater than osmotic pressure is applied on solution side, the solvent molecule passes or flow from solution region to solvent region. This phenomenon is called reverse osmosis. So, by applying this principle, desalination of sea water can be carried out. ഇതിൽ നിന്നും പ്യുവർ വാട്ടർ ഇതിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീ വാട്ടറിൽ നിന്നും എന്ത് ചെയ്യാം? ആ സൊല്യൂട്ട് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് കിട്ടുന്നു? പ്യുവർ വാട്ടർ കിട്ടും ചെയ്യുന്നു. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ സീ വാട്ടറിൽ നിന്നും പ്യുവർ വാട്ടർ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മെത്തേഡും കൂടിയാണത്. അതായത് ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ സൊല്യൂഷൻ. നൗ വി ആർ ആഡിങ് potassium chloride to 1 kilogram of water. We are adding 1 mole potassium chloride. We know that this potassium chloride is an ionic compound. In water, it dissociates to potassium and chloride ion. We are adding 1 mole of potassium chloride, but in solution, there are 1 mole of potassium ion and 1 mole of chloride ion. That is, totally there are 2 moles of particles. Colligative property depends on the number of particles and not on their nature. That is, whether it is potassium chloride or potassium and chloride ions. എന്തായാലും അതിൻ്റെ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമ്മൾ 1 മോളാണ് ആഡ് ചെയ്യുന്നതെങ്കിലും ഇൻ സൊല്യൂഷൻ there are now 2 moles. So, it gives the colligative properties of 2 moles of potassium chloride. Potassium chloride നിങ്ങൾക്കറിയാം 39 ആണ് പൊട്ടാസ്യത്തിൻ്റെ മോളാർ അറ്റോമിക് മാസ്, ക്ലോറൈഡിൻ്റെ 35.5 ആണ്. സോ ടോട്ടൽ 74.5 ആണ് മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഇനി ഇതിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ കാണുകയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെൽറ്റ ടി ബി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈക്വൽ ടു Kb into molality ആണ്. We are adding 1 mole of solute to 1 kilogram of water, so its molality is 1 and വാട്ടറിൻ്റെ Kb എന്ന് പറയുന്നത് 0.52 ആണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് 0.52 ആണ് വേണ്ടിയിരുന്നത് if we add 1 mole of potassium chloride. But in solution there are 2 moles, so instead of getting 0.52 we get 1.04 as its colligative property. When the colligative property doubles, the molar mass gets halved because they are inversely proportional. Delta Tb is equal to Kb into molality is W2 by M2 into 1000 divided by W1. These two are inversely proportional. അപ്പോൾ ഇത് ഡബിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഹാഫ് ആവും. അപ്പോൾ നമുക്ക് ആക്ച്വൽ മോളാർ മാസ് കിട്ടില്ല. ഇങ്ങനെയുള്ള ഈ ഫിനോമിനന് പറയുന്ന പേരാണ് ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എക്സെട്രാ ionizes in solution and the number of particles in solution will be more. Then certain other particles like acetic acid in benzene, acetic acid in benzene,
CH3 COOH. This is acetic acid. When dissolved in benzene, what happens is that 2 molecules of acetic acid undergoes association through hydrogen bonding. So in benzene solution, instead of 2 particles, only 1 particle is there. നമ്മൾ 2 മോളിക്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളായിട്ട് അത് അസോസിയേറ്റ് ചെയ്യും. So certain particles when dissolved in water, when dissolved in a solvent, undergoes association ആകുമ്പോൾ number of particles decrease ചെയ്യും. When the number of particles decreases, the colligative property also decreases. So ഈ അസറ്റിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ colligative property കുറയും ആൻഡ് മോളാർ മാസ് ഡബിൾ ചെയ്യും. ഇത് ഹാഫ് ആവും, colligative property ഹാഫ് ആവും, മോളാർ മാസ് ഡബിൾ ആവും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളാർ മാസ് ഇപ്പോൾ 60 ആണ് മോളാർ മാസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്നത് 120 ആയിരിക്കും. അതായത് ഇഫ് ദ മോളിക്യൂൾസ് അണ്ടർഗോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആസ് ഇൻ പൊട്ടാസ്യം ക്ലോറൈഡ്, ദെൻ ദ colligative പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിരിക്കില്ല നമുക്ക് കിട്ടുക, എക്സ്പെരിമെൻ്റൽ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എബ്നോർമൽ പ്രോപ്പർട്ടീസ്. Abnormal colligative properties. Certain particles due to association or dissociation give abnormal values for colligative properties, and those properties are called abnormal colligative properties. And the molar mass thus calculated also will be different, and those molecular masses are called abnormal molar masses. And the scientist Van Hoff ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഇസ് കോൾഡ് വാൻ ഹോസ് ഫാക്ടർ. അപ്പം നമ്മളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫാക്ടറാണ് വാൻ ഹോസ് ഫാക്ടർ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ വാൻ ഹോസ് ഫാക്ടറിനെ നമ്മൾ ഐ എന്നുള്ള ഇലക്ട്രോണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ dissociate to 2 particles. So number of particles after dissociation is 2 and the number of particles before dissociation is 1. So its Van Hoff's factor is I. Van Hoff's factor I is 2 by 1, which is equal to 2. So from this we can say what is Van Hoff's factor. Van Hoff's factor is equal to total number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. In the case of potassium chloride, Van Hoff's factor is thus 2 by 1. Similarly, in the case of acetic acid, it undergoes association, or in other words we can say 2 molecules associate, so we can say it undergoes dimerization. So after association the number of particles is 1, before association it is 2, so its Van Hoff's factor is 1 by 2. Then 2 more formulae are there for calculating the Van Hoff's factor. It is observed colligative property by calculated colligative property. ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡബിൾ ആയിരിക്കും. അപ്പോൾ ഒബ്സേർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നോർമലി ഒരു മോൾ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരുന്നോ കിട്ടേണ്ടിരുന്നത് ആ വാല്യൂ, ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഒബ്സേർവ്ഡ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചെയ്താലും വാൻ ഹോസ് ഫാക്ടർ കിട്ടും. അതുപോലെ മോളാർ മാസിൽ നിന്ന് നമുക്ക് വാൻ ഹോസ് ഫാക്ടർ കണ്ടുപിടിക്കാം.
ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോർമൽ മോളാർ മാസ്, നമുക്ക് എന്താണോ കിട്ടേണ്ടത് ആ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മോളാർ മാസ്, അബ്നോർമൽ മോളാർ മാസ്. സോ ദർ ആർ 3 ഫോർമുല ഫോർ ഫൈൻഡിങ് വാൻ ഹോസ് ഫാക്ടർ. ഇതെന്തായാലും ഓർത്തിരിക്കണം. ഇനി ഈ വാൻ ഹോസ് ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഇക്വേഷനിൽ ഓരോന്നിനുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു x2. ഇതിനെ വാൻ ഹോസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടും. ദാറ്റ് ഈസ് I ഇൻറ്റു x2 ചെയ്താൽ മതി. P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു I ഇൻറ്റു x2. അതേപോലെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിന് കറക്റ്റഡ് ഇക്വേഷൻ ഈസ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം ആണ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ്, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ആണെന്ന് നമുക്കറിയാം. അതിനെ വാൻ ഹോസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. അതേപോലെ ലാസ്റ്റ് നമ്മൾ പഠിച്ച കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? പൈ ഈസ് ഈക്വൽ ടു CRT. C മീൻസ് concentration, that is expressed in molarity. So it is N2 by V into RT. Multiply it with I. Pi is equal to I into N2 by V into RT. These are the corrected equations. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നുകൂടി ഓർത്ത് നോക്കാം. വാടിയ പൂക്കൾ തിരിച്ചു വരുന്നു, തിരിച്ച് പഴയ പോലെയാകുന്നു വെൻ വാട്ടർ ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ഇറ്റ്. അതിൻ്റെ മുകളിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അവിടെ ഓസ്മോസിസ് ആണ് നടക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ സെൽസിൻ്റെ മെംബ്രെയിൻസ് കൂടെ വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അത് റിവൈവ് ചെയ്യുന്നു. അതുപോലെ ക്യാരറ്റ്, വാടിപ്പോയ ക്യാരറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഫേമായിട്ട് വരാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതും ഈ ഓസ്മോസിസ് തന്നെയാണ്. അപ്പോൾ കുറേ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ കൂടുതൽ സോൾട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് എഡിമ വരുന്നതായിട്ട് കാണാം. ചില ഭാഗത്ത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും ബോഡിയിൽ, അവിടെ കുറച്ച് സ്വെല്ലിങ് ഉണ്ടാവും. ഇതിന് കാരണം കൂടുതൽ സോൾട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ സോൾട്ടുള്ള ഭാഗത്തേക്ക് സെല്ലിൽ നിന്നും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ്റർസെല്ലുലാർ റീജിയൻസിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എഡിമ. സോ ഇതൊക്കെ ഓസ്മോസിസിനുള്ള എക്സാമ്പിൾസ് മാത്രമാണ്. നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. സോ ഇതിനുള്ള ഫോർമുല എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക.